ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ബേക്ക് മൈ കേക്ക്സ്. ഇന്ന് നമ്മൾ കുറച്ച് ഷുഗർ കുക്കീസിൻ്റെ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുക്കീസൊക്കെ ബേക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന കുക്കീസിൻ്റെ റെസിപ്പി ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. ഇനി അത് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. നമ്മളിന്ന് ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ കുക്കീസ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. റോയൽ ഐസിംഗ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാനിവിടെ ഫോണ്ടൻറ്റിൽ കുറച്ച് ഗം പേസ്റ്റ് കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കുക്കീസ് നഴ്സിംഗ് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു തീമിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഡെക്കറേഷനൊക്കെ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കീസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എഡിബിൾ ഗ്ലൂ അല്ലെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് ഇത് കുക്കീസിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഞാനിവിടെ നോർമൽ വെള്ളം തന്നെ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ബാൻഡേഡ് ടോപ്പർ വെച്ച് കൊടുത്തിട്ടുള്ള കുക്കിയാണ്. നെക്സ്റ്റ് നമ്മൾ ഹാർട്ട് ഷേപ്പിലാണ് കുക്കീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിൽ നമ്മളൊരു ഹാർട്ട് ബീറ്റ് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എഡിബിൾ പെൻ വെച്ചിട്ടാണ് ഞാൻ ഡ്രോ ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് റൗണ്ട് കുക്കീസ് കൂടി ഉണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വേർഡിങ്സ് ആണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ ലെറ്റർ മോൾഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ നമുക്ക് വേണ്ട വേർഡിങ്സ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ തന്നെ 2 സൈസിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വേണ്ട വേർഡിങ്സ് ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് കുക്കീസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കുക്കീസൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോഴാണ് ഈ ഫോണ്ടൻ്റൊക്കെ ഒന്ന് ഹാർഡായി സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ നന്നായി ഡ്രൈ ആയതിനു ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഒരു പാക്കറ്റിൽ 3 കുക്കീസാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കുക്കീസിൻ്റെ സൈസ് കുറച്ച് ചെറുതാക്കിയിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. ഈ പാക്കറ്റ് ഒന്നുകിൽ നമുക്കിതുപോലെ ടൈ ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ സ്റ്റേപ്ലർ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ കുക്കീസിൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്